നെവിന് ഞാനും കൂടെ ആദ്യമായിട്ടൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവാണേ ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഇന്നലെ രാത്രിയാണ് ഞാൻ ചേച്ചിനെ വിളിച്ച് പറയുന്നത്, അതായത് 12 മണിയായിക്കാണ്. ഒന്ന് ചേച്ചിയുടെ തന്നെ ചോദിക്കാം, ചേച്ചി എപ്പോഴാണ് ഞാൻ ഫോൺ വിളിക്കുന്നത്? 11:30, 11:45. സത്യമേ പറയുന്നുള്ളൂ. ഓക്കെ, കറക്റ്റ് 11:45 ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇവന്റ് ഉണ്ട്, ഇപ്പോഴാണ് കൺഫേം ആയത്, എനിക്ക് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. എങ്ങനെ എന്നെ സഹിക്കുന്നു, എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇതൊക്കെ സെറ്റാക്കി? ആ ഒറ്റ ഉറപ്പിന്റെ പുറത്താണ് പരിപാടി ഞാൻ ഏറ്റത്. കാരണം പെട്ടെന്ന് വന്ന ഇവന്റ് ആണ്, നമ്മൾ കൺഫർമേഷൻ ഒക്കെ കിട്ടി. കോസ്റ്റ്യൂമിലാണ് എന്റെ കോൺഫിഡൻസ് എല്ലാം ഇരിക്കുന്നത്. അതാണ് ഇവിടെ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ടാസ്ക് ഉണ്ടായിരുന്നു ഇത് പെട്ടെന്ന് ചെയ്യാനായിട്ട്. ഇല്ല, ഈസി ആയിരുന്നു. ഞാൻ കളർ പോലും നോക്കിയില്ല, പാറ്റേൺ പോലും നോക്കിയില്ല, എല്ലാം തനിയെ ചെയ്തു. പക്ഷെ ഇട്ട് വന്നപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ ഷേപ്പ് ആക്കാനില്ലേ, അതുകൂടെ ഉള്ളൂ. അപ്പൊ ഞാൻ പോയിട്ട് പരിപാടി അടിപൊളിയാക്കിട്ട് വരാം. ഇനി മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. പോട്ടെ, ബൈ പറ. ശരിക്കും മിൻകെ എന്ന് പറഞ്ഞോണ്ടല്ലോ എനിക്കെൻ്റെ ഫാമിലി പോലാണ്. ഇവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും ഇപ്പം കണ്ട ഓണർ ആണെങ്കിലും എല്ലാവരും ഭയങ്കര കമ്പനിയാണ്, ഫ്രണ്ട്ലിയാണ്, നല്ലപോലെ ഡീൽ ചെയ്യാൻ അവർക്കറിയാം. ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് അവർ ഡ്രസ്സൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തും കസ്റ്റമൈസ് ചെയ്തും ഒക്കെ തരുന്നത്. സോ എന്തായാലും മിൻകെ അല്ലാണ്ട് നമുക്ക് വേറൊരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റത്തില്ല. അതുപോലാണ് മേക്കപ്പ്. നീതു ചേച്ചി അല്ലാണ്ട് എനിക്ക് വേറൊരാളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല ഗൈസ്. ചേച്ചിയായിട്ടും ഒരു 2-3 വർഷമായിട്ടുള്ള ബന്ധമുണ്ട് നമുക്ക്. അവിടെ നോക്ക്, നല്ല രസമുണ്ട്. ആ നല്ലത്, അതെ അതെ. നീതു ചേച്ചി അല്ലെങ്കിലും വീഡിയോക്കകത്തൊന്നും വരത്തില്ല. എന്താ ചേച്ചി വരാത്തെ? അങ്ങനെ ഞങ്ങളെ ഒരുക്കി സുന്ദരിയാക്കുന്ന ആളാ, പക്ഷെ ഒരുങ്ങാണ്ട് ഇങ്ങനെ നടക്കും. അതെന്തുകൊണ്ടാ? അതെ, ചേച്ചി ഇവിടുന്ന് സത്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും മേക്കപ്പ് സാധനങ്ങൾ സ്വന്തമായിട്ടുള്ള ആളാ. ആ വെക്കണം. ഓക്കെ, ഭീഷണിയാണ്. ഇത്രയും ചിരി മതിയോ ചേച്ചി? രസമായിട്ടാ, ശരിയാട്ടാ. ഇങ്ങനെയൊക്കെയാണ് ഒരാളാ, ഇത് വൃത്തികേടുള്ള ഒരാളാ സുന്ദരിയാക്കി എടുക്കുന്നത്, അല്ലേ ചേച്ചി? നമുക്കിനി ഹെയർ കൂടെ സെറ്റ് ആകുമ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്ലോ വന്ന് ഫേസിലും മൂക്കിലൊക്കെ. ചേച്ചി ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? അങ്ങനെയൊന്നും പറയല്ലേ, എന്നാലും പറ. കൊറേ എണ്ണത്തിനുണ്ട്, അവിടെ അറ്റവും മൂലയൊക്കെ ഉള്ളൂ. പക്ഷെ അതൊക്കെ വലിയ കാര്യമല്ലേ? പിന്നെ സുരേഷ് ഗോപിയുടെ ഒക്കെ ഒറ്റക്കൊമ്പൻ, ദിലീപേട്ടന്റെ, പിന്നെ പൃഥ്വിരാജിന്റെ സിനിമയില്, കാളിദാസന്റെ സിനിമയില് കഴിഞ്ഞ ദിവസം CMS കോളേജിൽ ഇപ്പൊ ഷൂട്ട് നടക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ചേച്ചി ആ സിനിമ ആരാ ചെയ്യുന്നതെന്ന് അറിയാവാ? ഗൈസ്, ഞങ്ങൾ ഇതുപോലെ ഇവിടെ വന്ന് ഏറ്റവും ലാസ്റ്റ് ചെയ്ത ഷൂട്ടാണ് ക്രിസ്മസിന്റെ ഫോട്ടോഷൂട്ട്. ആ ഫോട്ടോഷൂട്ട് ചെയ്ത ഫോട്ടോഗ്രാഫർ അർജുൻ അതിന്റെ ക്യാമറ ടീമിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ചേച്ചി കൊള്ളാൻ പോകുന്നോ? വാ. എന്റെ വ്ളോഗിനകത്ത് വരാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക, സമ്മതിക്കത്തില്ല. നിങ്ങളെ സുന്ദരിയൊക്കെ ഞങ്ങൾ ഇതിനകത്ത് കാണിക്കത്തില്ല. ഓക്കെ, എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ലേറ്റ് ആയി. ഇനി 2 മണിക്കൂർ കൊണ്ട് എങ്ങനെയും പാഞ്ഞു പിടിച്ച് അവിടെ എത്തണം. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഓക്കെ, ഈ സമയത്ത് ഞങ്ങൾ യൂട്യൂബിൽ ലൈവ് ചെയ്യും. സോ ഗൈസ്, നമ്മള് നീതു ചേച്ചിയുടെ അടുത്തുനിന്ന് പെട്ടെന്ന് മേക്കപ്പ് ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി, അത് എനിക്ക് നിങ്ങളെ കാണിച്ചു തരാനോ വീഡിയോ എടുക്കാനോ പറ്റിയില്ല. ഇപ്പൊ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഞാൻ എന്താ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ അക്ബർ ഖാന്റെ വൈഫിന്റെ കാര്യം. ഇതേ ഒരു വൈറ്റ് കളറിലെ കർവ്. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ കർവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ വിഷ്വൽ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ നേരെ നീതു ചേച്ചിയുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം കർവുമായിട്ട് ആലപ്പുഴയിന്ന് നമ്മുടെ ചാച്ചൻ അവിടെ നോക്കി പയ്യെ വണ്ടി ഓടിച്ച മനുഷ്യ. ഓക്കെ, നമ്മുടെ ചാച്ചൻ കർവ് എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മള് ചാച്ചനും ഞാനും കർവും കൂടെ നേരെ പോവാണ് കോതമംഗലത്തേക്ക്. 2 മണിക്കൂറാണ് കാണിക്കുന്നത്. അപ്പം കോള് വരുന്നു. അപ്പൊ 2 മണിക്കൂറാണ് കാണിക്കുന്നത്. ഇവിടുന്ന് എവിടെയെങ്കിലും ഒരു പരിപാടിക്ക് പോകണമെങ്കിൽ അതിന് 1 മണിക്കൂർ മുമ്പേ അവിടെ കൊണ്ട് എന്നെ പോസ്റ്റ് ആക്കി നിർത്തുന്ന അപ്പനാണ്. കാരണം ചാച്ചന് ഭയങ്കര കൃത്യനിഷ്ഠ കൂടുതലാണ് ഗൈസ്. പക്ഷെ ഞാനങ്ങനല്ല. ഇതിനെ കുറിച്ച് ചാച്ചൻ ഇങ്ങനെ പറയാനായിട്ട് നാക്ക് ധരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ വണ്ടി ഓടിച്ചോടിക്കോട് ചന്നും. പിന്നെ ഇവിടെ ഇന്ന് ഫ്രൈഡേ ആയത് കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ കോട്ടയത്തൂന്നാണ് പോകുന്നത്. അപ്പം അത് കാരണം ചാച്ചൻ മിണ്ടുന്നില്ല. എനിക്ക് ചാച്ചനെ കാണിക്കണമെന്നും ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ കാണിക്കത്തില്ല. നിങ്ങൾ നേരെ നോക്കി വണ്ടി ഓടിക്കും മനുഷ്യ. ഇതിപ്പോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ചാച്ചന ആദ്യമായിട്ടാണോ കാർ ഓടിക്കുന്നത്? വർഷങ്ങളായിട്ട് ചാച്ചനോട് തന്നെ ചോദിക്കാം, എവിടെയൊക്കെ നിങ്ങൾ പോയിട്ടുണ്ട് കാർ ഓടിച്ച മനുഷ്യ?
തമിഴ്നാട് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. മൈസൂര്, ചെന്നൈ, തിരുച്ചെന്തൂര്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഊട്ടി, കൊടൈക്കനാൽ. അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടാ. ചാച്ചൻ ആരുടെ കൂടാണ് മറ്റേതൊക്കെ ഓട്ടത്തിന് പോകാൻ ഞങ്ങൾക്ക് അറിയാം. ഊട്ടി കൊടൈക്കനാലിലെ കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ തിരുനെൽവേലിയൊക്കെ കാർ ഓടിച്ച് വർഷങ്ങളായിട്ട് ഓടിക്കുന്ന ആളാ. പക്ഷെ എന്റെ കാർ ഓടിക്കാൻ തുടങ്ങിയിട്ട് 5-6 മാസമായിട്ടുള്ളൂ. അത് കാരണം ഞാൻ സമ്മതിക്കൂല. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നീതു ചേച്ചിയുടെ കടയിൽ നിന്ന് നമ്മൾ ഇറങ്ങി, നിങ്ങൾ മേക്ക് ഓവർ ഒക്കെ ചെയ്യുന്ന വീഡിയോ കണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇറങ്ങി ഡ്രസ്സ് ഇട്ട് ഫൈനലി നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പണി കിട്ടിയെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഡ്രസ്സ് നമ്മൾ മിനിക്കുന്ന ഓൾറെഡി എല്ലാം ഇച്ചിരി ഒന്ന് ഷേപ്പ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. എല്ലാം ചേച്ചി എനിക്ക് വളരെ ചെറിയ സമയം കൊണ്ട് സെറ്റ് ചെയ്ത് തന്നെയാണ് കേട്ടോ. എന്നിട്ട് ആ ഡ്രസ്സ് പിന്നെ ഞാൻ ഇട്ട് നോക്കാൻ പോയില്ലല്ലോ, കാരണം ചാച്ചൻ ആലപ്പുഴയിൽ നിന്ന് വരുന്ന വഴിക്ക് ഇത് മേടിച്ചുകൊണ്ട് വരും എന്നാണ് പറഞ്ഞത്. ആ ഡ്രസ്സ് നമ്മൾ ഇട്ട് നോക്കിയപ്പം എന്റെ കാലിന്റെ അവിടെ കുറച്ച് ടൈറ്റ് ഗൈസ്. അപ്പൊ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഇരിക്കാനും അങ്ങ് കംഫർട്ടബിൾ ആവുന്നില്ല. അപ്പൊ അത് കാരണം ആ ഡ്രസ്സ് നമ്മൾ അഴിച്ച്, അതായത് ഡ്രസ്സ് എനിക്ക് ഊരാൻ പറ്റത്തില്ല, കാരണം സമയം ഒരുപാടായി. ഞാൻ ലേറ്റായി. നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ കൃത്യസമയത്ത് കിട്ടി, മേക്കപ്പ് ചേച്ചിയും കൃത്യസമയത്ത് റെഡി ആയിരുന്നു. ഞാനാണ് ലേറ്റ് ആയത്. റേഡിയോയിൽ നമുക്ക് റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു, പ്രൊമോ ഒക്കെ എടുക്കണമായിരുന്നു. അപ്പം മാർച്ച് 8-ാം തീയതി വുമൻസ് ഡേ, അപ്പൊ അതൊക്കെ എടുക്കാൻ പോയത് കാരണം ഞാൻ ലേറ്റ് ആയി പോയി. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എങ്ങനെയോ ഓടി വന്നിട്ടാണ് മേക്കപ്പ് ചെയ്തത്. ഇടയ്ക്കിടെ കോള് വരുന്നവരെ റിലേ കട്ടാകുന്നുണ്ട്. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് പറയാം. ചവിട്ട്. അപ്പൊ ഗൈസ് അങ്ങനെ ഞാൻ ലേറ്റ് ആയി. അത് കാരണം എനിക്ക് ഉടുപ്പ് പെട്ടെന്ന് ഊരിയിട്ട് സ്റ്റിച്ച് അഴിക്കാനായിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ നീതു ചേച്ചി പാവം എന്റെ ഡ്രസ്സ് ഇങ്ങനെ ഇടിപ്പിച്ചുകൊണ്ട് തന്നെ സ്റ്റിച്ചൊക്കെ അഴിച്ച് സെറ്റാക്കി തന്നിട്ടാണ് നമ്മൾ ഓടിക്കാറിൽ കയറിയത്. കയറുന്ന സമയത്ത് ഒരു കാര്യം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഒരു ചേച്ചി അവിടുത്തെ കടയിൽ ഒരു ചേച്ചി നമ്മുടെ ബിഗ് ബോസ് ഒക്കെ കാണുന്നതാന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഒന്ന് സംസാരിച്ച് ചാച്ചനെയാണ് കേട്ടോ അവർ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നത്. ചാച്ചനോട് എന്താ അവര് ചോദിച്ചേ? ആ ചേച്ചി കണ്ട് നല്ല പരിചയമുണ്ടല്ലോ, വീഡിയോ ഒക്കെ കാണാറുണ്ട്, ഇപ്പൊ എവിടെയാന്നെങ്കിലും അറിയത്തില്ല, ഞങ്ങള് മൊബൈലിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ ബിൻസിയുടെ ചാച്ചന്റെ ഓട്ടോ, ഇപ്പൊ എനിക്ക് ആളെ മനസ്സിലായെന്ന് പറഞ്ഞു. ഓക്കേ, എന്ത് ചെയ്യാനാ, എവിടെ ചെന്നാലും ഈ മനുഷ്യനെ എല്ലാരും തിരിച്ചറിയുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ ഇപ്പൊ അമ്മേനെയും കുറെ പേര് സ്പോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ മാസ്ക് വെച്ചിട്ടാണ് നടക്കുന്നത്, എങ്കിൽ പോലും എന്നെ അങ്ങനെ ആൾക്കാർ തിരിച്ചറിയില്ല. കാരണം ഓരോ ദിവസം ഓരോ ലുക്കാണല്ലോ. ഇതുപോലെ ചില ദിവസങ്ങൾ ഇതുപോലെ പുട്ടിയടിച്ച് സുന്ദരിയായിട്ടിരിക്കും, ഒറിജിനൽ കോലം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല.